സെക്ഷൻ ഇ ക്വസ്റ്റ്യൻ നമ്പർ 38. ദ പിക്ചർ ഗിവൺ ബിലോ ഷോസ് എ സർക്കുലർ മിറർ ഹാങ്ങിങ് ഓൺ ദ വാൾ വിത്ത് എ കോഡ്. ഇതാണ് മിറർ. ഇത് ഈ വാൾ ഹാങ് ചെയ്യാണ്. ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ദ ഡയഗ്രം റെപ്രസെന്റ് എ മിറർ ആസ് എ സർക്കിൾ വിത്ത് സെന്റർ ഓഫ് AP and AQ are tangents to the circle at P and Q respectively, such that AP equal to 30 cm and angle PAQ equal to 60 degree. Angle PAQ 60 degree തന്നിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് ടാൻജൻസ് ടു ദ സർക്കിൾ ആണ്. ഈ ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PQ. PQൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഫൈൻഡ് ആംഗിൾ POQ. ആംഗിൾ POQ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് OA. OAയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ മിറർ. മിററിൻ്റെ റേഡിയസ് ഇതാണ് OQ. ഇത് കണ്ടുപിടിക്കണം നമുക്ക്. ആദ്യം നമുക്ക് പാർട്ട് 1 നോക്കാം. AP ഈക്വൽ ടു AQ ടാൻജൻസ് ടു ദ സർക്കിൾ ഫ്രം ദ സെയിം എക്സ്റ്റേണൽ പോയിന്റ്. AP ഈക്വൽ ടു AQ ദാറ്റ് ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. റീസൺ ഉണ്ട് സിൻസ് ടാൻജൻസ് ടു ദ സർക്കിൾ ഫ്രം സെയിം external point. Also OA perpendicular to PQ. Therefore angle PAO equal to 60 divided by 2. That is equal to 30 degree. ഇത് 60 നമുക്ക് തന്നിട്ടുണ്ട്. 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ഈ ട്രയാങ്കിൾ എടുക്കാം. ഇൻ ട്രയാങ്കിൾ APB ഇതിപ്പോൾ 30 ഡിഗ്രി കിട്ടും. ഇൻ ട്രയാങ്കിൾ APB sin 30 equal to PB divided by AP. PB divided by AP. sin 30 നമുക്ക് 1/2 എന്നറിയാം. That is equal to PB divided by AP. Therefore PB equal to AP by 2. That is PB equal to AP എത്ര 30 സെൻറ്റിമീറ്റർ. 30 divided by 2. That is equal to 50 സെൻറ്റിമീറ്റർ. നമുക്ക് PB 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി PQ കണ്ടുപിടിക്കണം. PQ ഇസ് ഈക്വൽ ടു PB പ്ലസ് BQ എന്ന് എഴുതാം. ദാറ്റ് ഈസ് PB ഈക്വൽ ടു BQ ആണ്. PB പ്ലസ് PB ദാറ്റ് ഈസ് ഈക്വൽ ടു 2PB. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു PB 15 സെൻറ്റിമീറ്റർ ആണ്. 15 സെൻറ്റിമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. ദെർഫോർ length of PQ is 30 സെൻറ്റിമീറ്റർ. പാർട്ട് 1ൻ്റെ ആൻസറായി. നമുക്ക് പാർട്ട് 2 OPAQ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. സിൻസ് OPAQ ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്റർ, സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അതായത് OPAQ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ POQ പ്ലസ് ആംഗിൾ PAQ ഈക്വൽ ടു 180 ഡിഗ്രി. Therefore ആംഗിൾ POQ ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ PAQ. ആംഗിൾ PAQ എത്ര തന്നിട്ടുണ്ട്? നമുക്ക് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. 180 മൈനസ് 60 ഡിഗ്രി. Since angle PAQ equal to 60 degree given, so that is equal to 120 degree. So angle POQ equal to 120 degree. നമ്മൾ പാർട്ട് 2ൻ്റെ ആൻസർ. പാർട്ട് 3 A നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് OA എത്ര കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കതിന് ഈ ആംഗിൾ 30 ആണ്. ഇത് ഈ ട്രയാങ്കിൾ OAP അതിൽ cos 30 എടുക്കാം. അപ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ഇത് കിട്ടും. അപ്പോൾ നമുക്ക് OA കണ്ടുപിടിക്കാം. ഇൻ ട്രയാങ്കിൾ OPA cos 30 equal to AP divided by OA. cos 30 equal to √3/2. This is equal to AP 30 cm. 30 divided by OA. Therefore OA equal to the cross multiply 2 into 30 divided by √3 കിട്ടും. ഇത് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാം. രണ്ട് സൈഡും ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ √3 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 60 divided by √3 multiplied by √3. So that is equal to 60 divided by 3 multiplied by √3 കിട്ടും. ഇത് 20 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 √3. ലെങ്ത് ഓഫ് OA ഈക്വൽ ടു 20 √3 സെൻറ്റിമീറ്റർ. നമുക്ക് പാർട്ട് 3 B നോക്കാം. സെയിം ട്രയാങ്കിൾ നോക്കാം. അതായത് OPA.
ഇൻ ട്രയാങ്കിൾ OPA യിൽ tan 30 ഈക്വൽ ടു ദിസ് സൈഡ് ഡിവൈഡ് ബൈ ദിസ് സൈഡ്, അതായത് OP ഡിവൈഡ് ബൈ AP ആണ്. അപ്പോൾ നമുക്ക് OP എത്രയാണ് കിട്ടും? tan 30 ഈക്വൽ ടു OP ഡിവൈഡ് ബൈ AP. tan 30 ഈക്വൽ 1/√3 ആണ്. 1/√3 ഈക്വൽ ടു OP ഡിവൈഡ് ബൈ AP 30 സെൻറ്റിമീറ്റർ ആണ്. therefore OP ഈസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ √3. ഇത് നേരത്തെ ചെയ്താൽ തന്നെ ചെയ്താൽ OP ഈക്വൽ ടു √3 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാറ്. that is equal to 30 divided by 3 multiplied by √3. that is equal to 10√3. therefore radius OP equal to 10√3 centimeter. Final answer.